അങ്ങനെ 11 ദിവസം ശബരിമല തീർത്ഥാടനം വന്ന കേട്ടോ. എല്ലാരും പറഞ്ഞു കേട്ടില്ലേ കാനനപാത. നമ്മളിപ്പോ വന്നെങ്ങനെ എരുമേലിയിലാണ്. എരുമേലിന്ന് ഞങ്ങള് ഇന്ന് നടന്ന പറ്റുവാന്നുണ്ടെങ്കിൽ കരിമലയ്ക്ക് താഴെ സ്റ്റേ ചെയ്ത് പമ്പ വരെ എത്തും. പമ്പയിലെത്തിയിട്ട് ആരോഗ്യം അനുസരിച്ച് മലയ്ക്ക് കയറണമെന്ന് തീരുമാനിക്കും. അപ്പൊ നമുക്ക് ചെറിയമ്പലവും ബാബരിപള്ളി വലിയമ്പലവും എല്ലാം കാണാം. ഇപ്പൊ ഇവിടെ ബാങ്ക് വിളിക്കുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. നിങ്ങളും ബാഗുണ്ടല്ലേ, അടിപൊളിയാക്കാം. നമ്മൾ എരുമേലി ചെറിയമ്പലം കാണാൻ പോകും. ചെറിയമ്പലം ഇവിടുന്നാണ് പേട്ട കെട്ടി വാവരെ തൊഴുത് വലിയമ്പലത്തിലോട്ട് പോകണം. ഇവിടുന്ന് പേട്ട കെട്ടി പേട്ട തുണി വഴി ഇവിടെ ഇപ്പൊ കണ്ടില്ലായിരുന്നോ? നമുക്ക് പോകുന്ന ഇതെല്ലാം പേട്ട കെട്ടി പോകുന്നവരാ. നമുക്ക് ഈ പേട്ട കെട്ടുന്നവരെയും കണ്ട് നമുക്ക് ഇവിടുന്ന് നടന്ന് വലിയമ്പലത്തിൽ പോയി വലിയമ്പലത്തിൽ നമുക്ക് തിരിച്ചു പറഞ്ഞു നടന്നു പോകണമെങ്കിൽ. എന്നിട്ട് നമുക്ക് കാട്ടുപാത കയറിപ്പാം. അത് നമുക്ക് ചെറിയമ്പലം വാവര് വലിയമ്പലം. നമ്മൾ ഗേറ്റ് ഇറങ്ങിക്കോട്ട് കയറിയുള്ളൂ. ഇവിടെ പേട്ടത്തുള്ളലിന്റെ മഹാമേരി. പേട്ടത്തുള്ളലിന്റെ ഐതിഹ്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതായത് അയ്യപ്പൻ മഹിഷിയെ വധിച്ചതിന്റെ ഇതിനായിട്ട് ആഘോഷപരമായിട്ട് സന്തോഷപരമായിട്ടെന്നുള്ള ഒരു ഇതുകൊണ്ട്. പിന്നെ ഇതിന് അഹന്റെ വെടിയാന്നൊക്കെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ശരിക്കും കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ടത്തുള്ളി വാവരിപള്ളി ചുറ്റി അപ്പുറത്ത് വലിയമ്പലത്തിൽ ചെന്ന് അവിടെ നിന്ന് കൂടി കഴിഞ്ഞാൽ പിന്നെ പമ്പയ്ക്ക് പോകുന്നവരുണ്ട്, കാനനപാതകളെ പോകുന്നുണ്ട്. അയ്യപ്പന്റെ മഹിഷിയെ സന്തോഷകരമായിട്ട് അയ്യപ്പന്റെ തലപ്പാറമല, അതാണ് ഇത് കേട്ടോ. തലപ്പാറമലയില് നാളികേരം ഉടച്ചാണ് ഭക്തര് വലിയമ്പലത്തിലോട്ട് ഇവിടുത്തെ പേട്ടത്തുള്ളി പോകുന്ന കേട്ടോ. തലപ്പാറക്കോട്ട, തലപ്പാറ മലയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആയുധങ്ങളൊക്കെ വെച്ച് ഉണ്ടാവും. ആയുധങ്ങള്, പഴയ ആയുധങ്ങളെ സംഭവങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുവഴി പോയി നമുക്ക് പോകാം. കാനനപാത വഴി നമ്മള് ചെറിയമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ചെറിയമ്പലത്തിന്റെ നേരെ കാണുന്ന കേട്ടോ വാവര്. കണ്ടല്ലോ, വാവരുടെ നാടാ. അയ്യപ്പന്റെ സുഹൃത്താണെന്ന് പറയണേ. അയ്യപ്പന്റെ സുഹൃത്താണെന്നോ അല്ലെന്നൊക്കെ പറഞ്ഞ് പല തർക്കങ്ങളുണ്ട്. നമുക്കിപ്പോ അതെ, നമുക്ക് ഈ പരിചയത്തിൽ നമ്മുടെ സുഹൃത്തായിട്ട് കൂടി നമുക്ക് വാവരയോടെ നമുക്ക് പോകാം. നടപ്പ് ഓർക്കുമ്പോഴേ വിഷമം. 44 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. അത് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വിഷമം. എന്നാലും നമ്മൾ നടക്കുന്നു. ഇന്ന് നടന്നില്ലെങ്കിൽ 2 ദിവസം നമ്മൾ നടന്ന് എത്തും. പിന്നെ കൊള്ളാം. നമുക്ക് വാവരുവള്ളി കയറി ഒരു പ്രശ്നം വെച്ചിട്ട് വരാം. ഇവിടെ വാവരുവള്ളി തേങ്ങ അടിക്കുന്ന സ്ഥലമുണ്ട്. ഇതുണ്ടോ ദേവന്മാര് ഇവര് ഒരു സെക്ഷൻ തൊഴുത് ഇറങ്ങിപ്പോയതാ. ഇതിലെവിടെ ഉള്ളു. അകത്ത് സാമാര് കയറത്തില്ല കേട്ടോ. അകത്ത് സാമാരൊക്കെ കയറുവോ കയറത്തില്ല, കയറ്റത്തില്ലോ ഒന്നും അറിയത്തില്ല. കയറത്തില്ല. ഇതിന് റൗണ്ട് വെച്ച് ഇതിന് പ്രദക്ഷിണം വെച്ച് പോത്തോ. പള്ളിക്ക് ഒരു 3 റൗണ്ട് വെച്ച് പോത്തോ. നമ്മൾ ഒരു റൗണ്ട് വെച്ച് പോന്നു. കയറാൻ പറ്റുന്നതാണ്, കയറത്തില്ല. സാമാര് പേട്ടനുള്ളിൽ പോകണം കേട്ടോ. ഈ പേട്ടനുള്ളിൽ വലിയമ്പലത്തിലോട്ടാ പോകാൻ. പേട്ടത്തുള്ളിന്റെ ചരിത്രമേ പല ചരിത്രങ്ങളുണ്ട്. അയ്യപ്പൻ മനുഷ്യ കൊന്നതിന്റെ സന്തോഷപ്രദമായിട്ടൊന്നും പിന്നെ അഹന്ത, അതായത് മനുഷ്യന്റെ അഹങ്കാരം ശമിപ്പിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് കിടക്കുന്ന നമ്മള് കണ്ട ഇതിൽ കാണിച്ചേക്കണ പറഞ്ഞെന്ന് പറഞ്ഞാല് മനഃപൂർവ്വം അല്ലാതെ ചെയ്ത പാവങ്ങൾക്ക് പാവമോചനം തരുന്നതായി ഒരു നാണയവും വെറ്റിലയും വിശുദ്ധ ഇരുമടിക്കെട്ടിലോ മറ്റോ സ്ഥാപിച്ച് യാത്ര നടന്നു. പിന്നെ അത് പെരിയസ്വാമിക്ക് പേട്ട പണം സമർപ്പിക്കണം.
ഇതിലെ കന്നി അയ്യപ്പന്മാര് പേട്ടതുള്ളി പങ്കെടുക്കുന്ന തീർത്ഥാടകർ പലപ്പോഴും കൂട്ടമായി വന്ന് അയ്യപ്പ ചിന്തകത്വം സ്വാമി ചിന്തകത്വം എന്നാണ് പറയുന്നത്. അതായത് ശരീരവും മുഖവും നിറങ്ങളും കരുതേച്ച ഗോത്രങ്ങളെ അവർ അയ്യപ്പനെ ആരാധിക്കുന്നതാണ്. അതായത് മനസ്സിന് സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്നുമല്ലായ്മയിലേക്ക് ശബരിമല അയ്യപ്പനെ ആരാധിക്കുന്നതാണ്. പിന്നെ കന്നി വരുന്ന അയ്യപ്പന്മാര് കൃത്യമായിട്ടും ഇവിടെ ഇരുമേലി വന്ന് പേട്ടതുള്ളി മരക്കമ്പെടുത്ത്, അതായത് മറ്റേ പാണലിന്റെ കമ്പിട്ട് പിച്ചക്കമ്പെടുത്ത് പേട്ടതുള്ളി ശബരിമലയ്ക്ക് പോകണമെന്നാണ് പറയാം. ശരിയാകുമ്പോഴത്തേക്ക് പേട്ട കെട്ടി വരുന്നവരെ നമ്മുടെ വാവരിൽ അവിടെ മഹല് കമ്മിറ്റി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ നാദാസനവും വാദ്യമേളങ്ങളുടെ ആവുമ്പടിയോടുകൂടി പേട്ടതുള്ളി കൊണ്ടിരുന്ന ആയുധങ്ങളും മരക്കമ്പുകളും മറ്റു സംഭവങ്ങളെല്ലാം ഇവിടെ കൊണ്ട് നിക്ഷേപിച്ച് ഇവിടുന്ന് കുളിച്ച് തൊഴുത്, വലിയമ്പലത്തിൽ നിന്ന് കുളിച്ച് തൊഴുത്, കർപ്പൂരം തൊഴുത് അയ്യപ്പനെ കാണാൻ ശബരിമലയ്ക്ക്, അതായത് പമ്പയ്ക്ക് പുറപ്പെടുമെന്നാണ് പറയുന്നത് കേട്ടോ. ശരിയാണ്, രണ്ടിടത്തും വരുന്നുണ്ട്. ഇവരെ വേഷമൊക്കെ കിട്ടി അങ്ങോട്ട് പോകണമെന്ന് തോന്നും. അവിടുന്ന് ഒരു തിരിച്ചു വരും കേട്ടോ. രണ്ടിടത്തും വരുന്നുണ്ട്. ചെറിയ അമ്പലത്തിൽ പോയിട്ട് ഒരു തിരികെ പേട്ടതുള്ളി വരുമായിരിക്കും. വേണ്ട പൈപ്പ് സ്ഥാപിച്ച് ഷവർ പോലെ വെച്ചേക്കും. അത് പേട്ടതുള്ളി വരുന്നവർക്ക് കുളിച്ച് തേച്ച കളറൊക്കെ കഴുകി കളയാനായിട്ട് എല്ലാം കേട്ടോ. കേട്ടോ ഇവിടെ എല്ലാം ഇരുന്ന ആൾക്കാർ അന്നദാനം വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 12:30 തൊട്ട് അന്നദാനം തുടങ്ങും. പിന്നെ വൈകിട്ട് 7 മണിക്ക് 7 തൊട്ട് 9 സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. എത്ര മാത്രം ഭക്ഷണം കൂടെ ഉണ്ടോ അത്രമാത്രം ഭക്ഷണം തീരുന്നതിനും വരെ കൊടുക്കട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതൊന്നും ആയിരിക്കുമല്ലോ, അതുപോലെ ഭക്ഷണം കാണും. 2 മണിക്കൂർ കൊണ്ട് ന്യായം ആൾക്കാർക്ക് കഴിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് അമ്പലത്തിനകത്ത് തന്നെ കേട്ടോ, തിരുവിതാംകൂർ അമ്പലത്തിന് സൈഡിൽ തന്നെ കേട്ടോ. ഇത് പേരൂർത്തോട് ഇതുണ്ടോ, ഈ സാധനം എന്നാന്നറിയോ? ഇത് സ്വാമിമാര് നടന്നു വന്ന് ഇവിടുത്തെ മീനിന് തീറ്റ ഇട്ടിട്ട് പോകുന്ന മീനെ ഒന്നും കാണാൻ, അത്യാവശ്യം ചെറിയ മീനൊക്കെ ഉണ്ട് കാണാൻ. ഇതുണ്ടോ, ഇതെല്ലാം കുറച്ച് പൊരിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് നടക്കാൻ കേട്ടോ. പേരൂർത്തോട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ടോ പേരൂർത്തോട് ഇപ്പൊ നമ്മൾ ആണ്ടില്ലേ മീനിട്ടെ, അത് കഴിഞ്ഞ് ആ വളവ് കഴിഞ്ഞാൽ ഇതുണ്ടോ മൊത്തം പൈനാപ്പിളാ കേട്ടോ. അടിപൊളി. ഇതേ കടയൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. ഇതുണ്ടോ കനനപ്പാതയിലെ കടകളുടെ ഒക്കെ പണി നടക്കുന്നുള്ളതേ. പിന്നെ സാധനങ്ങളെ കൊണ്ടിറക്കി കയറൊക്കെ കൊണ്ട് കെട്ടി വെച്ചിട്ടുള്ളൂ. ഇനി അയ്യപ്പന്മാരുടെ തിരക്ക് തുടങ്ങിയിട്ടില്ലല്ലോ. ഇത് ഇവിടെ സുബ്രഹ്മണ്യന്റെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നേർച്ചയിട്ടാ പോകുന്നത്. ഇത് ഇരുമ്പൂന്നിക്കര. ഇവിടുന്ന് ഇനി 1.5 കിലോമീറ്റർ ഉണ്ട് കോയിക്കക്കാവ് ചെക്ക് പോസ്റ്റിലോട്ട് എത്താൻ. 1.5 കിലോമീറ്റർ ഉണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് നടക്കണോ അതോ അവിടെ പോയി കഴിക്കണോ? നമുക്ക് ചെക്ക് പോസ്റ്റ് കയറിയിട്ട് അന്നദാനം ഉണ്ടെങ്കിൽ കഴിച്ചാലോ, പോയാലോ? അപ്പൊ വാ. ഭദ്ര ദേവീക്ഷേത്രം ഇരുമ്പൂന്നിക്കര. ഇവിടെ അന്നദാനം ഉണ്ട്, വിരി വെക്കാൻ സ്ഥലമുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ സ്വാമിമാർ നടന്നു പോകുന്നത്. ഉണ്ടോ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ചെക്ക് പോസ്റ്റിന് കേട്ടോ. ദൂരം എന്താണ് ചെരുപ്പിട്ട് നടന്നിട്ട് എനിക്ക് കാലുവേദന എടുക്കുന്നു. നോക്കിയേ വരുന്നത്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? വാ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ പോവാം. വാ. കോയിൽക്കക്കാവെന്നുണ്ട്, കോയിക്കൽക്കാവ്. ഇവിടെ ആണ് ആദ്യത്തെ ചെക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. നമ്മളവിടെ നിന്ന് കഴിക്കാന്നുണ്ട്, കഴിച്ചില്ലല്ലോ. അല്ല ഇവിടെ വന്ന് കഴിക്കാനാണ് പറഞ്ഞത്. ഇവിടെ ചപ്പാത്തി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, കടയുണ്ട്, ചപ്പാത്തി റെഡിയാകുന്നുണ്ട്. നമുക്ക് ചപ്പാത്തി കഴിച്ചിട്ട് പതുക്കെ യാത്ര തുടരാം. കോയിക്കക്കാവ് ഇവിടം വരെ നമുക്ക് ഓട്ടോയ്ക്ക് എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ കടയുണ്ട്. ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ, ഫുഡായി വരുന്നുള്ളൂ. ഒരു ചപ്പാത്തിക്ക് 15 രൂപ, ഒരു കടലക്കറി 30 രൂപ. ഏത് പാക്കറ്റ് ചപ്പാത്തി ചുട്ട് വരുന്ന കേട്ടോ, അല്ലാണ്ട് വേറെ ഇല്ല. റോഡൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടുന്ന് നമ്മൾ കാളകെട്ടി ചെന്ന് അവിടുന്ന് അവിടുന്ന് ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. അവിടുന്ന് കഴിക്കാമല്ലേ. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് എന്താ ചെയ്യണം? ഇത് മൊത്തം പ്ലാന്റേഷൻ കേട്ടോ. ഇവിടെ ഇതിലേക്ക് മറ്റേ ഫോറസ്റ്റിൻ്റെ വണ്ടി പോകുന്ന വഴിയാണ്. നമ്മൾ നടന്ന എത്ര ഒരു 200 മീറ്റർ ആയി കാണും ചെക്ക് പോസ്റ്റ്. ഇവിടെ ഗംഭീര കാണാൻ പണിയുന്നുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന്റെ പണി 3/4 ഭാഗമായി, അല്ല പകുതിയായി. 1.25 ഭാഗമായി. നമ്മുടെ പുറകിൽ കുറച്ച് സമയം വരുന്നുണ്ടോ ഇപ്പൊ അവര് നമ്മളെ കാണത്ത് പോകും. ഇവിടെ മറ്റേ കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കല്ല് പതിപ്പിച്ചൂടെ ഈ സൈഡിൽ കൂടെ പോകാൻ കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ചൂടെടുക്കുന്നുണ്ട്. കരിമല ആയില്ല കേട്ടോ.
കാളകെട്ടി പോലും ആയില്ലേ. നല്ല കയറ്റോട്ടോ. ഇത് ചെറുത്, ഇനി വലുത് വരാൻ കിടക്കുന്നുള്ളൂ. നമ്മള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. വഴി എങ്ങനെയുണ്ട്? അടിപൊളിയാ, ആവശ്യത്തിന്. നല്ല അടിപൊളി അന്തരീക്ഷം. ഇതെല്ലാം തേക്ക് പ്ലാന്റേഷൻ കേട്ടോ. സമാധാനമായിട്ട് പോകണല്ലേ. നല്ല രസമാണ്. ഈ ബാഗ് സാധനങ്ങളെല്ലാം കുറച്ച് ഒഴിവാക്കിയിരുന്നെങ്കിൽ ചെറുകൾ ഫ്രീ ആയിരുന്നു. ചെറുതായിട്ട് മഴയൊക്കെ തുള്ളി തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം വിരി വെക്കാൻ പ്ലാൻ ചെയ്ത ഞങ്ങൾ വന്നേ, മിക്കവാറും അത് 2 ദിവസമുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം വെച്ചാൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ധൃതി വെച്ച് നടന്നിട്ടൊരു ഭംഗിയില്ല കേട്ടോ. ഇനി പയ്യെ പോണം. എന്താ രസം, അടിപൊളി. സ്വാമിമാര് പിന്നെ എന്തെങ്കിലും പഴമോ വെള്ളമോ അങ്ങനെയൊക്കെ കരുതി, ഞങ്ങളീ പഴവും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇരുന്ന് കഴിച്ച് സമാധാനമായിട്ടു. നല്ല മഴ, നല്ല മഴയല്ല, ചാറ്റ മഴ. അതുകൊണ്ട് നടക്കാൻ ചൂടുണ്ട്. അതെ, ചൂടം കുറഞ്ഞല്ലേ. ಮೈ ಆಂಧ್ರ ಪ್ರದೇಶ್ ವಿಜಯವಾಡಲ್ಲಿ ಬಂದವು. विजयवाड़ा का 250 km. राजमंड्री मालूम है? राजमंड्री मालूम नहीं तो अमलापुरम, वैजाग मालूम है? विजयवाड़ा ವಿಜಯವಾಡಲಿಂದ 250 km ಇಲ್ಲಿಂದ ಹೋಗ್ಬೇಕು, ವೈಜಾಗ್ ಸೈಡ್ ಹೋಗ್ಬೇಕು. ഇവര് ഫസ്റ്റ് ടൈം വരുന്നതാണ് ഈ കാട്ടിൽ കൂടെ. പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി കൊണ്ട് എരുമേലി ഇട്ടിട്ട് അവിടുന്ന് പോകുന്നല്ലേ. വിജയവാഡ എവിടുന്ന് വിജയവാഡ അവിടുന്ന് 250 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ നടന്നൊരു തെളിഞ്ഞ പ്രദേശത്തെത്തി കേട്ടോ. നമ്മൾ മംഗളദേവിയൊക്കെ പോകുന്ന പോലെ ഒരു ഫീല്. ഇവിടുത്തെ ഇത്രയും തെളിഞ്ഞ പ്രദേശം കേട്ടോ. പിന്നെ വണ്ടി പോകുന്ന റോഡാ കേട്ടോ. എനിക്ക് തോന്നുന്നത് കാളകെട്ടി കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ ഇതുപോലെ ശക്തമായ കാട്. നല്ല തെളിഞ്ഞ പ്രദേശം വന്നു. പക്ഷെ ഇവിടെ തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ അടുത്ത കുറേ കാലം ഇത് തേക്ക് പ്ലാന്റേഷനായിട്ട് മറന്നു കേട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് കല്ലൊക്കെ ഉണ്ട് കേട്ടോ. അതെ, നല്ല മനോഹരമായ ഒരു കല്ലും കൂട്ടം. ഇത് എന്തോ സാധനത്തിന് മുറിച്ചതിന്റെ ബാക്കി മിച്ചം വെച്ചാന്ന് തോന്നുന്നു, കുറച്ച് കൊണ്ടുപോകാൻ. ഇപ്പൊ നമ്മൾ 3 കിലോമീറ്റർ കറക്റ്റായിട്ട് നടന്നതല്ലേ. ഉറപ്പായിട്ടുണ്ടാവും. നല്ല സുഖമായിരിക്കും അല്ലേ. ശരി, ഇരുന്നിട്ട് പോയാലോ. ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നേരെ കാളകെട്ടിന്ന് 2 റൂട്ടുണ്ട്. ഒന്ന് കല്ലിടാങ്കുന്ന് പോകുന്ന വഴി, അഴുതക്കടവ്, കല്ലിടാങ്കുന്ന്, അല്ലെങ്കിൽ മുക്കുഴി പോയിട്ട് നേരെ അവിടുന്ന് പിന്നെ പോവാന്നുള്ള കരിമല. കല്ലിടാങ്കുന്ന് റൂട്ട് കഴിഞ്ഞാല് അവിടുന്ന് മറ്റേ മുങ്ങി കുളിച്ച് കല്ലെടുത്ത്. അതെ, അത് നേർച്ചയാ. കാളകെട്ടി പോയി പ്രാർത്ഥിച്ച് പിന്നെ മറ്റേ എന്താ അഴുതക്കടവിൽ പോയി കുളിച്ച് അവിടുന്ന് കല്ലെടുക്കുക. മാക്സിമം നിങ്ങൾക്ക് ഇപ്പം 2:30 വരെ ഉള്ളൂ അഴുത, പിന്നെ മുക്കുഴി 3:30 വരെ ഉള്ളൂ. അപ്പൊ നിലവിൽ അതെ അതെ അഴുതക്കടവിൽ ഒന്ന് കുളിച്ച് ഒരു ഇന്ന് 12ാം വിളക്കാ. അപ്പൊ ഇന്ന് ഭജന ഉണ്ടാവും. വന്നിട്ടുണ്ട്. അതെ, ഉണ്ട്. ഭജനയുണ്ട്, ആഴിപൂജയുണ്ട്. അത് ആഴിപൂജ ഭയങ്കര സെറ്റപ്പാണ്. നല്ലൊരു വൈബായി. നിങ്ങൾക്ക് നല്ലൊരു ഇതായി. എന്ത് ലിബിൻ, കോട്ടയം. ഞാൻ അനീഷ് ആണല്ലേ. ബൈനോക്കുലർ ടോക്സ് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. ആണല്ലേ. ഇത് പ്രിൻസ് ആണല്ലേ. ഞാൻ ചങ്ങനാശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസറാ. പുള്ളി കോട്ടയം ജനറൽ ഹോസ്പിറ്റലിലെ. നിങ്ങൾ ഹെൽത്തിന്റെ ആൾക്കാരാ? ഞാൻ ജീസിലെ എന്തോ ഞങ്ങളിപ്പോ ഞാൻ അവിടെ ഡ്യൂട്ടി ഓഫാണ്. ഡ്യൂട്ടിക്ക് ഓഫ് കഴിഞ്ഞ് വന്നാ. വണ്ടി എടുത്ത് പരിപാടി. എടാ, ഇതേ മലയരയന്മാർ ക്ഷേത്രമായിരുന്നു പറഞ്ഞു. ഇതുണ്ടോ ആ ഹെൽത്തിലെ അവര് പറഞ്ഞു കേട്ടോ. ഇതിവിടെ വിളക്കത്തി ഉണ്ടായിരുന്ന. പക്ഷെ വിളക്ക് കത്തിക്കും ആന തൊഴാൻ വരും. ആന തൊഴുതോഴും ഈ പരിപാടി പറഞ്ഞു മൊത്തം പൊളിച്ചടിക്കി വെച്ചേക്കുവാ. വാ, ഇത് വേറെ സംഭവം ഉണ്ടോ കേട്ടോ. അവര് പറഞ്ഞു കേട്ടോ, അഴുതേന്നപ്പുറത്ത് കയറ്റി കൊടുത്തില്ല. അവിടെ നിന്ന് ആഴിപൂജയും ഭജനയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി കൂടാനുള്ള. വാ, അവിടെ നിന്ന് കറങ്ങി കല്ലേ താഴെ പോയത്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചെക്ക് ഡാം ഉണ്ട്. വാ, ചെറുത് ഉണ്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. ഇനി ഇവിടെ നമുക്ക് 1/2 മണിക്കൂർ ദൂരമുള്ളൂ കാളകെട്ടിയിലോട്ട്. അടിപൊളി. വാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി. അയ്യോ,
സ്ഥലത്തിന്റെ പേര് പാറത്തോട്. പാറത്തോട്. ആ ശരിയാണല്ലോ, പാറക്കൊണ്ടാണല്ലോ തോട് ഒഴുകുന്നത്. പറഞ്ഞേ. എടാ ഈ സംഭവം എന്നാന്നറിയോ, ഈ തോടില്ലേ, ഈ തോടല്ലേ റോഡ് കൂട്ടിയത്, ഈ റോഡിന്റെ അപ്പുറ സൈഡ് പ്ലാന്റേഷൻ എന്നല്ലേ അവര് പറഞ്ഞേ. അതെ. റോഡിന്റെ ഇടത്ത് സൈഡാ കാട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോ ഇതുണ്ട്, ഈ തോടിന്റെ അപ്പുറം കാടാ. എനിക്ക് തോന്നുന്നു ഇത് മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അല്ല വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞാൽ അവർ തുണി കഴുകാൻ കുളിക്കുന്നു. വെള്ളം എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾക്ക് അത്യാവശ്യത്തിന് എന്തുവാടേ പറയുന്നത്. നല്ല അടിപൊളിയാട്ടോ. ഇവിടെ ഇവിടെ എല്ലാം കുളിക്കാനൊക്കെ ഇറങ്ങുന്നതാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ആൾക്കാരായി കഴിഞ്ഞാലേ തോന്നുന്നു ഇവിടെ കുറച്ച് ചാക്കും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. എവിടെ പോവാ? ഇങ്ങോട്ടല്ലേ വരുന്നേ? ഇത് ഈ ഭാഗം കേട്ടോ. ഇവിടെ നല്ല അടിപൊളി കല്ലുകെട്ടാട്ടോ. നല്ല കല്ലുകെട്ടല്ല, നല്ല പാറക്കെട്ട്, നല്ല സെറ്റപ്പ്, അടിപൊളി. കടയ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി വരുന്നുള്ളൂ കേട്ടോ. ഇത് കാളകെട്ടിയിൽ നിന്ന് കയറി വരുന്ന വണ്ടിയായിരിക്കും കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും പോകത്തില്ല. എന്റെ കൃഷ്ണ, ഒരു ട്രോളി സഹിതമുണ്ട്. എന്തൊക്കെ സാധനമാവും. ഇത് പണിത് തുടങ്ങിയതേ ഉള്ളൂ, ഒന്നും ആയില്ല. അമ്മയൊക്കെ എവിടെയുള്ള? ഏഞ്ചൽ വാലി. ഇതിപ്പോ ഇനിയിപ്പോ എത്ര ദിവസം കൊണ്ട് പണി തീരും? അത് വൈകിട്ട് തന്നെ വണ്ടി വല്ലോ? ആ, ഓ അമ്മയുടെ ഒക്കെ സാധനമാണോ ഇല്ലിക്കാട്ടിനകത്ത് വെച്ചിട്ട്? ആണോ? തന്നെ ഉള്ളൂ? അപ്പൊ എത്ര ദിവസത്തെ കച്ചവടം കിട്ടും? ഇതെങ്ങനെയാ? ഫോറസ്റ്റിന് അനുമതി വേണം, എന്നിട്ട് നമ്മള് പൈസ കൊടുക്കണോ? ഇത്ര സ്ക്വയർ എങ്ങനെ സ്ഥലത്തിന് പൈസ കൊടുക്കണോ? കൊടുക്കണം. അപ്പൊ അമ്മയ്ക്കൊക്കെ എത്ര ഇനി മാരോൾ കഴിയുന്ന അറിയോ? മാരോൾ മകരം 20 എങ്ങനെ? ജനുവരി 14 മാരം എന്നുള്ളത്. എന്നാ നമ്മളത് മാറ്റണ്ട ഇവിടുന്ന്? 14 തീയതി കൂടി തീരുമല്ലോ. 20 തീയതി വരെ ഇല്ലേ? അന്ന് വരെ ഉള്ളൂ. ആ ഹാ ഹാ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കാളകെട്ടിന്ന് കൊണ്ടുവരും, കയറ്റിക്കൊണ്ടു? ഈ കാളകെട്ടിന്ന് കയറി വരും, അതല്ലേ എളുപ്പം? ഇവിടുന്ന് ഇനി 1 കിലോമീറ്ററോ? 25 മിനിറ്റ് നടക്കാൻ. ഓ, അതോ ഞങ്ങക്ക് ഒന്ന് ഞങ്ങൾ പമ്പ വരെ പോന്നു. പാട്ട് കേൾക്കുന്നുണ്ടോ? കേക്കാവോ? ആ, കാളകെട്ടി എത്തി. വാ. അയ്യോ, ഇവിടെ വലിയ കടമ്പയുണ്ടല്ലോ. അതെ നോക്കിയേ, എന്നെ അടിപൊളിയാ നോക്കി. ഇത് കാളകെട്ടി ആയിരിക്കുമല്ലോ. ആ, കാളകെട്ടി. നമ്മള് കാളകെട്ടിയില്ല കേട്ടോ. കാളകെട്ടി നമ്മൾ സ്റ്റേ ചെയ്തില്ല. കാളകെട്ടി നമ്മൾ അഴുതല സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. കാളകെട്ടിയിൽ അയ്യപ്പൻ കൊണ്ട് കാളെ കെട്ടി മരം ഉണ്ടെന്ന് പറഞ്ഞു. മരം കണ്ടിട്ടുണ്ടാവും എല്ലാവരും. പക്ഷെ ആ മരം പറഞ്ഞു പോയി, അവിടെ വേറെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെയും കണ്ടിട്ട് നമുക്ക് അഴുതയിൽ പോയി സ്റ്റേ ചെയ്യാം. അഴുത ആറ്റി കുളിച്ച് ഇന്ന് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. വാ, കാളകെട്ടി അമ്പലം. വാ, കാളകെട്ടി ഇവിടെയാണ് അയ്യപ്പൻ കൊണ്ടുവന്ന് കാളെ കെട്ടിയെന്ന് പറഞ്ഞു. ശബരിമലയ്ക്ക് പോയപ്പം ശിവപാർവതി ടെമ്പിൾ കാളകെട്ടി. വാ, മരം ഉണ്ടല്ലോ, ഒരു ഒരു മരം മറിഞ്ഞ് കിടക്കുന്നുണ്ടോ? അതാണ് അയ്യപ്പൻ കാളെ കെട്ടിയ മരം എന്നാണ്. ആഞ്ഞിലിയ. അത് ഇടിവെട്ടി വീഴാറായി കഴിഞ്ഞപ്പോഴത്തേനും ഇവർ മുറിച്ചിട്ടെന്നാ പറയുന്നത്. അതിന് പകരമായിട്ട് ഇവരുടെ ഒരു മരം വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. ഇത് മലയാള മാസത്തിൽ 3 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ അമ്പലത്തിൽ പൂജയുള്ളത്. അല്ലാണ്ട് ദിവസങ്ങളില്ല. അപ്പം ശബരിമല സമയത്ത് ഉണ്ട്. ഇതിന് ചുറ്റെല്ലാം വിരി വെക്കാനും കിടക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കടകളുണ്ട് ഇഷ്ടം പോലെ. അതുപോലെ തന്നെ വരുന്ന വണ്ടികൾ അവിടുന്ന് വണ്ടി ഇവിടെ കയറ്റി അപ്പുറത്ത് പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. നമുക്ക് അവിടെ കാണാം. അതിന് പകരം വെച്ചേക്കണ ആഞ്ഞിലി കേട്ടോ. ഇതുകൊണ്ട് നമ്മളെ വിളക്കുമൊക്കെ വെച്ച് വഴിപാടുമാണ്. സ്ഥലം എറണാകുളമാണ്. പേര് ബൈനോക്കുലർ ടോക്സ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ്. ഞങ്ങളുടെ ചാനലിന് ഒരു വഴിപാട് നടത്തട്ടെ. ഇതാണോ പറഞ്ഞ ആഞ്ഞിലി അതിന് പകരം വെച്ചേക്കുന്നേ? അത് മറിച്ചിട്ട് എത്ര കാലമായി? 3 വർഷം. മറിച്ചല്ലേ? കെടായി പോയിട്ട് വെട്ടിയിട്ടേക്കുന്ന എറണാകുളത്ത് ബൈനോക്കുലർ ടോക്സ്. എറണാകുളത്തുള്ള ബൈനോക്കുലർ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ്
ഞങ്ങൾ രണ്ടുപേര്. പേര് പ്രിൻസും അനീഷും. അനീഷ് ആ. രണ്ട് സാധനങ്ങൾക്ക് ആരോഗ്യം ലഭിക്കണം, കുടുംബ സമ്പത്ത് സാഹചര്യം ലഭിക്കണം, കുടുംബത്തെ സന്തോഷം, എല്ലാ വിജ്ഞാനങ്ങളും കിട്ടണം. രണ്ടുപേർക്കുണ്ട്, 2 പെൺകുട്ടികൾ. സാധാരണ കുടുംബത്തിലുള്ള അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ, കുട്ടികൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ദീർഘായുസ്സ് ലഭിക്കുന്ന യൂട്യൂബ് ചാനൽ ഭംഗിയായി ഭംഗിയായി നടത്തുന്നതിലേക്കായി സാധാരണ കുടുംബ മാതാപിതാക്കൾ, സഹോദരൻ, ഭാര്യ, കുട്ടികൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ദീർഘായുസ്സ് ലഭിക്കുന്നതിലേക്ക് ശബരിമല പാട് അയ്യപ്പ ഭഗവാന്റെ കാളകെട്ടിൽ വാണ് മഹാദേവന്റെ മകരസിന്റെ വൈകുണ്ഠനാഥന്റെ അറുമുഖദേവന്റെ കഞ്ഞിമൂല ഗണപതി ഭഗവാന്റെ മകദൈവങ്ങളുടെ കരുണാകടാക്ഷം ലഭിക്കുന്നതിലേക്ക് ദേവാലയങ്ങളിൽ നല്ലത്. നമ്മൾ കാളകെട്ടി കടവിലെത്തി. ഈ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്ത് കാളകെട്ടി കടവിലോട്ടാ കേട്ടോ. അടിപൊളിയല്ലേ? നമുക്ക് കാളകെട്ടി അവിടെ താഴെ ഇറങ്ങുന്നിടത്ത് പുഴയുണ്ട്, അവിടെ കുളിച്ച് സെറ്റായിട്ട് കഞ്ഞിയെ കുടിച്ച്, അല്ലെ നമുക്ക് അഴുതേ പോയി കഞ്ഞിയെ കുടിച്ച് സെറ്റായിട്ട് അവിടെ കിടക്കും. വഴിയൊന്നും അത്ര പൂർത്തിയായിട്ടില്ലല്ലോ പണി. പാലം പണിതിട്ടുണ്ടെന്ന് അറിയില്ല. ആ പാലം ക്രോസ് ചെയ്ത് നമുക്ക് പോകണ്ട, അവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ കാളകെട്ടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ആ ബോർഡ് കഴിയുമ്പോൾ ഇടത്തുവശത്ത് കുറച്ച് കൊണ്ട് നടക്കണം, മെയിൻ റോഡിൽ കൂടെ. മെയിൻ റോഡിൽ കഴിയുമ്പോഴത്തേനും ഇവിടെ അടുത്ത ക്രോസിങ് വരും. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് താഴെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഴുതാ നമുക്കിവിടെ കുറച്ചുകൂടെ മേളിലാണോ അത്? അതെത്ര മണിക്കാ ഉടനെ തുടങ്ങും? ആ, സദ്യക്കുള്ള സാധനങ്ങളാണ് കൊണ്ടുപോകണം അല്ലേ? എടാ നമുക്കെന്നാ ഇവിടെ കിടക്കടാ. ഞങ്ങളൊന്ന് കുളി കഴിഞ്ഞ് ഭക്ഷണം നമുക്ക് എല്ലാം കേൾക്കുന്നുണ്ടോ? എന്നാ ഇതേതാ സ്ഥലം? ഏതാ? അഴുതക്കടവ്. നമുക്ക് ഇവിടെ കിടക്കാം. ഇനിയിപ്പം സീസൺ ആയാലും തിരക്കുള്ളല്ലേ, അല്ലാണ്ട് തിരക്കില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ആരും കാണുകയല്ലേ? 12 മുകളിൽ എവിടെ അമ്പലമുള്ളേ? ഏത് മറ്റേ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം ഇതിലേ പോയാ അവിടെയാണോ പാട്ട് കേൾക്കുന്നത്? അപ്പൊ അവര് സ്വാമിമാർ അവിടെ തന്നെ കിടക്കും അമ്പലത്തിൽ. ഇവിടുന്നാണ് എവിടെ കിട്ടാറ്? അവിടുന്ന് കിട്ടാറ് വന്നു. ആ, എല്ലാ വർഷവും കായംകുളംകാരോ അവിടെ? കായംകുളംകാർ. എന്നിട്ട് അവരവിടെ നിന്ന് കെട്ട് വാങ്ങി ഈ വഴി കയറി പോകും. ഒത്തിരി പേരുണ്ടല്ലേ? നമ്മളിന്ന് അഴുതക്കടവിലാണ് സ്റ്റേ. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ. ഇതാണ് അഴുതക്കടവ്, പാലത്തിൻ്റെ ഇപ്പുറം. ഇവിടെ ഒരു ബോർഡ് ഉണ്ടോ, അഴുതക്കടവ് താവളം. ഇവിടുന്ന് 18.25 കിലോമീറ്റർ ഉണ്ട് പമ്പ. അപ്പം നാളെ രാവിലെ 7:30 ഇവിടുന്ന് ഫോറസ്റ്റ് കടത്തി വിടുന്നുണ്ട്. അതായത് ഫോറസ്റ്റ് പോയി റോഡൊക്കെ നോക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ശേഷം മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പം നമുക്കിന്ന് ഇവിടെ ഇറങ്ങി അവിടെ മേളിലൊരു അമ്പലമുണ്ട്, ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അവിടെ പോയി ഒരു ഭജനയൊക്കെ കണ്ട് ആഴിപൂജ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊക്കെ നോക്കി നമുക്കൊരു ഈ 12 വിളക്കിൻ്റെ ഫോറസ്റ്റിൻ്റെ കേട്ടോ ഈ വിളക്ക് വെച്ചേക്കണേ. ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് മേളിലോട്ട് കടത്തി കൊടുത്തിട്ട് ഇവിടെ 2:30 വരെ കടത്തി വിടും കേട്ടോ. ഉച്ചയ്ക്ക് 2:30 വരെ കടത്തി വിടുള്ളൂ. ബൈനോക്കുലർ ടോക്സ് രാവിലെ 7 മണിക്ക് യാത്ര തുടങ്ങണമെന്ന്. ഇന്നലെ രാത്രി എല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്ത് വെച്ചു. 7 മണിക്ക് ചെക്ക് പോസ്റ്റ് ഉറക്കും ഒക്കെ ക്ലിയർ ചെയ്തു. പക്ഷെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഈ പുഴ ഇറങ്ങി കുളി കഴിഞ്ഞപ്പോണ്ടല്ലോ, പുഴയെ കുളിച്ചിട്ട് മതിയായില്ല. പുഴ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞു മണി പെട്ടേ. ഇനി നമ്മൾ പിടിപ്പിക്കും കേട്ടോ. ഇനി നമ്മൾ പമ്പ ചെന്ന് നിൽക്കുന്നത് ഇനി പോണ വഴി നമ്മളെ നടപ്പനുസരിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ വേണേ കരിമലയുടെ താഴെ നമ്മൾ വേണേ ഒന്നുകൂടെ സ്റ്റേ ചെയ്യും. അപ്പൊ നമ്മള് ബാക്കിയും കൂടെ നമുക്ക് കാണാം. എന്തായാലും കാനനവാസ കാത്തരുളേണെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങും. ആനയും കാട്ടുപോത്തൊക്കെ കൊണ്ടെന്നാ പറഞ്ഞേ. നമ്മുടെ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ ഒരൊച്ചു പോലും കാണത്തില്ല. ഇവിടുന്ന് ആ ഫോറസ്റ്റ് കയറ്റി വിടുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നല്ല അടിപൊളി കാടാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഴുതക്കടവ് താവളം. മേളിൽ തുടങ്ങുന്നത് ഇങ്ങനെ കേട്ടോ. അതുകൊണ്ട് ഇനി കല്ലിടാങ്കുന്നുണ്ട്, കരിമലയുണ്ട്. നമുക്ക് കരിമലയുടെ താഴെ കിടന്നാലോ?
ചുമ്മാ രസമല്ലേ 18 കിലോമീറ്റർ പെട്ടെന്ന് നടന്ന് തീരുമോ? ആ 18.25 ഇന്നലെ അതെത്തും. വാ അവിടെ 4 കിലോമീറ്റർ ഉണ്ട് സന്നിധാനം. ഇതിനകത്തെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത വരും. എന്താണെന്നറിയോ, ഇത് എല്ലാരും ഇതുപോലെ കല്ലും കുഴിയാ. ഇനി എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഇത് വേണം, ഒരു സ്ഥലം പറയണം. ഇതിപ്പോ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല. നോക്കി അടിപൊളിയല്ലേ, ഓഫ് റോഡ് ഡ്രൈവ് നടത്താം. ഇങ്ങനെ കട മരത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് കട മരത്തേക്ക് ഇറങ്ങി. ഇതൊരു കടയാ കയറ്റി വെച്ചേക്കണം കേട്ടോ. ഈ സംഭവം കടയാന്ന് എങ്ങനെ മനസ്സിലായതറിയോ? അപ്പുറത്തൊരു കട താഴെ ഇറക്കുന്നുണ്ട് കയറ് കെട്ടി. നോക്കി ആണ്ടാ മലയണ്ണാൻ വരുന്നു. മലയണ്ണാൻ അവൻ്റെ ആ എല്ലാം കാണുമോ? ഇരുട്ടായിരിക്കുമോ? കിട്ടില്ല. ഇങ്ങോട്ടാ ബാലൻസ് ചെയ്തിരിക്കുന്നു. ഹൈവേ കൂടെ ട്രക്ക് പോകുന്നല്ല അവനാ കമ്പേ കൂടെ പോകുന്നത്. ബാ ഈ ഡെസ്ക് ബെഞ്ച് വരെ കയറ്റി വെച്ചാൽ എങ്ങനെയാണെന്നറിയോ? ഡെസ്ക് ബെഞ്ച് ഒക്കെ രാത്രി ആന വന്നെടുത്തു അംഗനവാടി തുടങ്ങിക്കളയും. നോക്കി കെട്ടി വെച്ചേക്കണം. ജാറ് മാത്രം കപ്പി സഹിതോ സെറ്റിൽമെന്റ് കേട്ടോ. പേരെങ്ങനാ? ആദർശ്. അവനോ? അബി. എന്ത് ചെയ്യണം പരിപാടി രണ്ടുപേരും? പഠിത്തം കഴിഞ്ഞു. എന്നാ പരിപാടി? പൈനാപ്പിളോ എന്നാ? ആ ഇപ്പൊ ഒത്തിരി സമയം ആയില്ലേ, തുടങ്ങണ്ടായിരുന്നു? കയറിന് വില ഉണ്ടോ? ആട്ടി വിട്ട് എന്റെ തലയൊന്നും നിൽക്കുവോ? ആ ഇത് കടയാ വരുന്നേ. രാത്രി ഇതെല്ലാം ഇതുപോലെ തന്നെ വലിച്ച് മേടിക്കിട്ട് വെച്ചിട്ടു. ഈ മരത്തെ ചാരി വെച്ച് കെട്ടിയാലും നിക്കത്തില്ലേ? എന്നാ വേണം സോടാ? എന്നാ കീച്ച്. നിങ്ങൾ ഇന്നലെ വന്നാ? ഇന്നലെ 2 മണി വരെയല്ലേ ഇവിടെ കിടത്തി വിടുള്ളൂ. അത് നല്ല കാര്യം. എത്രയും കാട്ടിനാണ് 2:30 വരെ. ചേട്ടനക്ക് മാതളത്തൊലി മറ്റേ പേരെങ്ങനാ? അശ്വിൻ. ഗോഡ്വിൻ. സർക്കാർ എങ്ങനെയാ നിങ്ങൾ മറ്റേ ഹെൽത്തിന്റെ ഇതോ? ആ 10. എത്ര ദിവസം ഡ്യൂട്ടിയാ? ഫുൾ ഡ്യൂട്ടിയാ. ഇതിവിടെ അടയ്ക്കുന്ന ഡ്യൂട്ടിയാ. അല്ല അപ്പം കിടപ്പൊക്കെ താഴെ ഇറങ്ങിപ്പോളെ? ഡെയിലി രാവിലെ കയറും. ബാച്ച് വരുമ്പോൾ കയറും. അടയ്ക്കാൻ നേരത്തെ തിരിച്ചിറങ്ങിപ്പോ. ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമോ? ഞങ്ങൾക്ക് കാലത്തെ ഫുഡ് കൊണ്ട് 2:30 ഇറങ്ങുന്നോണ്ട്. ഇവിടെ 2:30 അടയ്ക്കുമല്ലോ അല്ലേ? നമുക്ക് ഇവിടെ 2:30 അടയ്ക്കും. അപ്പൊ നമ്മൾ തിരിച്ചു. പിന്നെ നമ്മള് കുറച്ചുകൂടി തിരക്കാകുമ്പോഴത്തേക്ക് ടൈം കിട്ടും. തിരക്കാകുമ്പോ 4 മണി വരെ കെട്ടിവിടുമോ? അതോ 4 മണി വരെ കെട്ടും? ഇനിയിപ്പോ തിരക്കാവും. ഇപ്പൊ ഈ ഒരാഴ്ച കഴിയുമ്പോൾ തിരക്കാവുമല്ലോ. ഈ ഒരാഴ്ച കഴിയുമ്പോൾ തിരക്കാവും. നമ്മൾ വലിയ തിരക്കാകുമ്പോഴേ നമുക്ക് നിന്ന് എടുത്തൊന്നും പോകാൻ പറ്റത്തില്ല. അന്നേരം ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇതാകുമ്പോൾ നമുക്ക് കയറി പോവുകയും ചെയ്യാം. കല്ലിടാങ്കുന്നത്ത് നമ്മള് ഒന്ന് ഇറക്കി കാണിച്ചു. കല്ലിടാങ്കുന്ന് ഇവിടെ ഇച്ചിരി സ്പേസ് ഉണ്ട് കേട്ടോ. ഇച്ചിരി നല്ല നിരന്ന സ്ഥലമാണ് ഇരിക്കാനും. അത്യാവശ്യം തണ്ണിമുത്തൻ, മോരുമുള്ളം, അങ്ങനെ എല്ലാ സാധനം കിട്ടും. കല്ലിടാങ്കുന്നാണോ പറഞ്ഞ സ്ഥലം? ഇനി മേളിലാണോ എടുക്കുന്ന കല്ലൊക്കെ എടുത്തിടുന്നു? ഇതിന്റെ ഈ കയറ്റം തീരാറായോ? ഏകദേശം 10 മിനിറ്റ് ഉള്ളൂ. പേരെങ്ങനെ എൻ്റെ? അമലേഷ്. പഠിക്കുന്നു ബികോമിന്. മുണ്ടക്കയത്ത്. സ്ഥലം ഏഞ്ചൽ വാലി. നടക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും. ഈ ഒരു മണ്ഡലകാല സീസണിന്റെ കച്ചവടം പറയുന്നതിന്റെ എല്ലാ കഷ്ടപ്പാടും മാറട്ടെ. ഫുള്ള് കടയാ മരത്തേക്ക് ഇറക്കുന്നത്. ഇറക്കിയിട്ടില്ല. ഇതുണ്ടോ കമ്പും കോലും കഴുക്കോലും എല്ലാം ഉണ്ട്. ചുമക്കണ്ടല്ലോ. കല്ലിടുങ്ങുന്ന താമ്പളം. ഇവിടെ വിൽഗ്രാം ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ റെസ്റ്റ് എടുക്കാൻ വരും. ഇവിടെ കിടപ്പ് കാണത്തില്ല രാത്രി. ഇവിടെ സീസൺ ആയി കഴിയുമ്പോഴത്തേനും ഇവിടെ വിരി വെക്കാം. സ്ഥലമുണ്ട്. ഇപ്പൊ ആരും ഇല്ലെന്നാ പറഞ്ഞ. ഞരമ്പെണ്ണ ഇതുണ്ടോ? ഈ ആരിലും മസാല കൊടുത്തിട്ടൊക്കെ ഉള്ളതായിരിക്കും എഴുതിയേക്കണ. ഞരമ്പെണ്ണ. ഒന്നുമില്ല. കല്ലിടാങ്കുന്ന് കേട്ടോ. ഇതുണ്ടോ മഹിഷ്യ നിഗ്രഹിച്ച സ്ഥലം എന്ന് പറയുന്നത്. എനിക്ക് തന്ന മഹിഷ്യെ കൊണ്ട് അടക്കം ചെയ്യുന്ന അതിൻ്റെ മേളിൽ കല്ല് വെക്കണമെന്ന പരിപാടിയാണ്. താഴേന്ന്
അവിടുന്ന് കുളിച്ച് തൊഴുത് കല്ല് എടുത്തോളന്ന് ഇവിടെ കൊണ്ടിട്ടിട്ട് പോകും കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കല്ല് ഇട്ടിട്ട് ഈ താഴത്തെ കല്ലല്ല ഇത് ഈ വർഷാവർഷം ഇടുന്ന കല്ല് നിരത്തുന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇതിലൂടെ പൊങ്ങിപ്പോകൂലേ? ഇത്രയും ഭാഗം നോക്കി നിരന്ന് കിടക്കണേ. ശരമൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ശൂലം എന്താണ് സാധനം കുത്തി വെച്ചിട്ടുണ്ട്. ചൂലം കുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് കല്ലിടാൻ കുന്ന്. അപ്പോൾ നമുക്ക് കല്ലിടാൻ കുന്ന് ടോപ്പിലെത്തി കേട്ടോ. ഇനി നമുക്ക് നിരപ്പാന്ന് പറഞ്ഞേ ഉഷാറായിട്ട് വെച്ച് പിടിച്ചാലോ. ഇഞ്ചിപ്പാറക്കോട്ട, സ്വാമി ശരണം ഇഞ്ചിപ്പാറക്കോട്ട. അതുണ്ടോ ശ്രീ അയ്യപ്പ ടെമ്പിൾ, ഉടുമ്പറ വില്ലൻ സ്റ്റേഷൻ. ഇനി കോട്ടയെന്ന് പറയാൻ കാരണം പഴയകാലത്ത് കോട്ട, നാളികേരം അടിക്കുന്ന കോട്ട മാത്രമേ ഉള്ളൂ. ഇത് ആ പഴയ പണ്ട് നിർമ്മിച്ചിരിക്കുന്ന സാധനമാണ്. പഴയ കാലത്ത് ആ ഹാ ഹാ. അത് കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ്റെ അമ്പലം, ദേവസ്വം ബോണ്ട അതാണോ? മലയേരെ മലയോര സമുദായത്തിൻ്റെ ചേട്ടനും അത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വീടുകളുണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. അന്നത്തെ കാലത്ത് പഴയ കാലത്ത് 5 ഏക്കർ സ്ഥലം ഈ അമ്പലത്തിന് വേണ്ടി. അതായത് ഇത് 5 ഏക്കർ മലയോര സമുദായത്തിന് ഫോറസ്റ്റ് കൊടുത്തേക്കുന്ന പഴയ കാലത്ത്. ആദ്യം ഈ തേങ്ങ അടിക്കണ ഇത് മാത്രമേ ഉണ്ടായിരുന്നു, ഈ കോട്ട മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളത്താണ്. എൻ്റെ സ്ഥലം ഇടുക്കിയാണ്. ഇപ്പം ഞങ്ങൾ എറണാകുളത്താണ് ഇത്. പിന്നെ അയ്യപ്പൻ കുത്തിയ കിണറാണെന്നും എവിടെ? ഇതിന്റെ പുറകെ റൗണ്ട് ചെയ്ത് മണ്ട മൂടിയിട്ട് കാണാമോ നമുക്ക്? ടോപ്പ് ആണ്. അത്തോട്ട് ഇറങ്ങി അല്ല വെള്ളമൊക്കെ എടുക്കുന്നതാണോ? ടാങ്കിനകത്ത് മോട്ടോർ വെച്ചടിച്ച് അവിടുന്ന് എടുക്കുന്നത്. സ്വാമിമാർക്ക് കുടിക്കാൻ കൊടുക്കും. ഈ 60 അയ്യപ്പൻ്റെ കാലത്തുള്ള കിണറാണെന്ന് പറയുന്നത്. മൂടിയിട്ടേക്ക്. ഇത് വേറെ എങ്ങും തുറവില്ല, ഇത് അടച്ച് അപ്പുറത്തൂടെ ഉണ്ട്. അടച്ചേക്കുന്നത് കേട്ടോ. സ്ലാബ് ഭീമ വാർത്തടച്ചേക്കുമല്ലേ? മൊബൈൽ എല്ലാം പോക്കറ്റ് ഉണ്ടോ ഓർത്തോണേ. വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ആ വഴി പോകും. ആ തേകുമല്ലേ? എല്ലാ ദുരിതങ്ങളും പോണം. ഇന്നലെ നമ്മളൊരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. ഇന്നൊരു തേങ്ങ. നമ്മള് ഇഞ്ചിപ്പാറക്കോട്ട കഴിഞ്ഞതാണ്. കൈ പിടിച്ച് ഇഞ്ചിപ്പാറക്കോട്ട കഴിഞ്ഞ് താടിറങ്ങി. അത് ഇവിടുത്തെ ആ മലയോര സമുദായം അവരുടെ ഇതിന് കിട്ടിയതിൽ അവർ കുത്തി കിണറാണ് കേട്ടോ. അത് അതിനെ അടച്ചേക്കണമെന്ന് വെച്ചാൽ ആനയും പിന്നെ അയ്യപ്പന്മാർ വന്ന് വേസ്റ്റ് ഇടുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ പേരിലാണ് മേളുവശം കോൺക്രീറ്റ് അടച്ചേക്കണേ. ആണ്, വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ കറണ്ട് സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. നീ എന്നാ സൂം ചെയ്യുന്നത്? ആനപ്പുണ്ടാണോ? വെറൈറ്റി ഫുഡ് കിട്ടുന്നത് 2 മാസം കാണുന്നു ആനയ്ക്ക്. എന്നുവെച്ചാൽ പൈനാപ്പിളോ തണ്ണിമത്തന പഴത്തൊലിയോ ഒക്കെ കിട്ടുമല്ലോ. ഇന്ന് ഈ മുളയുടെ ഇല ഒടിച്ചിരുന്ന് ചൂരിലും പറിച്ചിരുന്ന് പുല്ലും പറിച്ച് നടക്കുന്നത് 2 മാസം അവന്മാർ എൻജോയ്മെൻറ്റാണ്. അപ്പം 2 മാസം ഒരു കാരണവശാലും അവന്മാർ ശബരിമല വനം വിട്ട് പോകത്തില്ല. രാത്രി വന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നടക്കുന്നറിയാം. ബജ്ജിയൊക്കെ ഏത്തപ്പഴം പുഴുങ്ങിയൊക്കെ തിന്ന് ബജ്ജിയൊക്കെ തിന്നിട്ട് പോകുന്ന ദിവസമൊക്കെ വെള്ളമൊക്കെ കുടിച്ച്. ഇതേപോലത്തെ മരമല്ലേ നമ്മൾ കൊച്ചരിക്കൽ കണ്ടേ? ആ അമ്മേ, ചെറിയ മരം കേട്ടോ. ആൾക്കാരുടെ ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലം തോന്നുന്നുണ്ടോ? നല്ല അട്ടാറ് വലിപ്പം കേട്ടോ. ഇത് ആന സാറ്റ് കളിക്കുന്ന ഒരു കുഞ്ഞാനെ കുളിച്ചിരുന്ന കോപ്പ് കണ്ടു പിടിക്കും. നല്ല രസമുണ്ടല്ലേ? എടാ ഇതാണ് നമ്മൾ കൊച്ചരിക്കൽ ഗുഹ കണ്ട മരം. എവിടെ? നമ്മള് മുക്കുഴിയിലോട്ട് എത്തുക കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ മുക്കുഴി. ഇനി ഇപ്പോൾ 1/2 കിലോമീറ്റർ ഉള്ളൂ. നല്ല തണുപ്പാടോ. ടോയ്ലറ്റ് പണിത് വരുന്നു. താൽക്കാലിക സംവിധാനം നോക്കി തറ കെട്ടി ക്ലോസറ്റ് വെച്ച്. ഫോറസ്റ്റ് അല്ലേ, അവിടെ സ്ഥിരമായിട്ട് സംവിധാനങ്ങൾ ചെയ്യാവില്ല. ഫോറസ്റ്റിൻ്റെ ഇതിലായിരിക്കും. ടിക്കോ ഒന്നുകൂടെ ഞങ്ങൾ ഇപ്പം കഴിച്ചോളൂ.
ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് കേട്ടോ. പഴം, സാധനങ്ങൾ എന്തായാലും മേടിക്കണം, പഴം വല്ലതും മേടിക്കണം. മുക്കുഴി ഭദ്രകാളി ക്ഷേത്രം. ഇത് എല്ലാ മലയാള മാസവും 18, 19 മാത്രമേ തുറക്കുള്ളൂ. ഈ എരുമേലി തൊട്ട് ഇവിടം വരുന്ന ഇത് മൊത്തം ഈ മലയാള സമുദായത്തിന്റെ കീഴിലാണ് കേട്ടോ. ഇവിടുത്തെ കടകളും കാര്യങ്ങളും വനത്തിന്റെ മാത്രം ഫോറസ്റ്റിന്റെ ഇത്, ബാക്കി എല്ലാം അവരുടെ ഇതിലാണ് കേട്ടോ. അമ്പലങ്ങളും കാര്യങ്ങളും. ഞാൻ ദേവസ്വം ബോർഡാണ് നിൽക്കുമ്പോൾ അല്ല, മലയാള സമുദായത്തിന്റെ അതോ. ആ പുള്ളി പാലക്കാടെന്ന് വന്നു, നമ്മളെ പരിചയപ്പെട്ടില്ലേ ഇപ്പം. ആ പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതിനകത്ത്. സൂക്ഷിച്ചിറങ്ങി. ക്ഷേത്ര സംരക്ഷണ സമിതി കേട്ടോ, ബോർഡുണ്ട് കേട്ടോ. മലയേറിയ ക്ഷേത്ര സംരക്ഷണ സമിതി. ഒരു ഭദ്രകാളി, ഒരു ഗണപതി. പിന്നെ ഇപ്പുറത്ത് ഇത് നമ്മളവിടെ കണ്ട മറ്റേ അതിന്റെ പേര് മറന്നല്ലോ, തേങ്ങ അടിക്കുന്ന സ്ഥലം മാത്രം പഴയത്. അത് കണ്ടോ, ഇത് മാത്രം പഴയതാ. ഒന്നുമില്ലടാ, ഞങ്ങളെ ചാനലാ, യൂട്യൂബ് ചാനലിന്റെ. ചുമ്മാ ഇല്ലേ, നമ്മൾ ഈ കാനനപാത നടന്നു വന്ന് അതങ്ങ് കളകെട്ടി അവിടെ നിങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ, കളകെട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ വരുന്നതും ഒരു എന്തെന്ന് പറയുക നമ്മുടെ മുക്കുഴിത്താവളമാണ്. ഏറ്റവും കൂടുതൽ ലക്ഷോപലക്ഷം ജനങ്ങൾ വരുന്നതും ഇത് ഇവിടുത്തെ തങ്ങുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വരുന്ന അയ്യന്മാർക്ക് വെടിവെക്കാനുള്ള സംവിധാനം വളരെ കുറവാണ്. നമുക്കിനി ഒരു സ്ഥല പരിമിതി കുറവാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇനി ആവശ്യമുള്ളത് തന്നെയാണ്. അത് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം വാഹനങ്ങൾ നിരന്തരം ഇപ്പം തുടക്കമായതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല. ഒരു 10 ദിവസം കഴിഞ്ഞാൽ പ്ലാൻ ഇതങ്ങ് മാറും. കണ്ടവനം തിരക്കായി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അയ്യന്മാർക്ക് വെടിവെക്കാനൊക്കെ ഈ സൗകര്യങ്ങളായി കാണുന്നൊക്കെ ഉള്ളൂ, സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അതാണ് നമ്മളൊരു കുറവെന്ന് പറഞ്ഞാൽ. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ പമ്പയേ ഉള്ളൂ അടുത്ത തവണ. ഇപ്പം നാളെ ഇപ്പം നിങ്ങളോട് പോകുമ്പോൾ കാണാം നിരവധി കടകൾ വനത്തിനുള്ളിലുണ്ട്. അവിടെ ഒരു മെഡിക്കൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം. ഇവിടെ താൽക്കാലിക മെഡിക്കൽ സെൻ്ററൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ റോഡുകൾ വളരെ ശോചനീയാവസ്ഥ. ഒരു പെട്ടെന്നൊരു ആംബുലൻസ് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ മുക്കുഴിയിൽ നിന്ന് നമ്മൾ അടുത്ത വഴി ഇങ്ങനെ വഴിയുണ്ട്, പക്ഷേ ആ വഴി അത്ര സഞ്ചാര ഇതല്ല. കുറേ അധികം കട്ട വഴിയാണ്. അതൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ ഒരു ഈ മുക്കുഴിയെ സംബന്ധിച്ചുള്ള മെയിൻ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഇത്രയും നമ്മുടെ കേരളത്തിൽ മാത്രമല്ലോ, അതെ ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്ന കോടാനുകോടി ഭക്തരാണ് വരുന്നത്. യഥാർത്ഥ അയ്യപ്പൻ പോയ വഴി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ വന്ന വഴി തന്നെയാണ്, പല പുല്ലുമേടല്ല. അത് താൽക്കാലികമായിട്ട് അയ്യപ്പന്മാർക്ക് 7 കിലോമീറ്റർ പെട്ടെന്ന് എത്താനുള്ള ദൂരം കുറയ്ക്കുന്നതല്ലാതെ ഭഗവാൻ അയ്യപ്പൻ പോയെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഇങ്ങനെയാണ് കാനനപാത എന്ന് പറയുന്ന സംഭവമാണ്. വേറെ വഴിയില്ല, ലോകത്ത് പറയില്ല. എരുമേലി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ വന്ന വഴി, അതായത് എരുമേലി, കല്ലിടാംകുന്ന്, കളകെട്ടി, ആ വഴി വന്നിട്ട് ഇഞ്ചിപ്പാറ കയറിയല്ല വന്നേ. ഇഞ്ചിപ്പാറ കഴിഞ്ഞാൽ മുക്കുഴി. ഇത് 3 സ്ഥലം കൂടെ സന്ധിക്കുന്ന സ്ഥലമാണ് മുക്കുഴി. ആ വഴി വരുന്നുണ്ട്, ഈ വഴി ഇത് പോകുന്ന വഴിയുണ്ട്. അങ്ങനെ 3 കൂടെ കൂടി ഒരു ഇടമാണ് അത് മുക്കുഴി താവളം. ഇത് നമ്മളെ മേലഴുത എന്ന് പറയും. മേലഴുത ട്രെയിൻ വീട് എപ്പോഴാണ് നമുക്കൊരു വേർപെടുത്തുന്നത്. നിങ്ങൾക്കുള്ള ആൾക്കിത് പ്രൊമോട്ട് ചെയ്യണതാണ് എൻ്റെ ഉദ്ദേശം. താൽക്കാലികമായിട്ട് അതാണ് വാഹന സൗകര്യമാണ് നമുക്കിവിടെ കുറവുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വിപുലീകരിക്കാൻ വേണ്ടി ഒരു സമയം ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ആദ്യം പറഞ്ഞല്ലോ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ ഇതിനുള്ളിലുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് വിപുലീകരിക്കണം. മെയിനായിട്ട് നമ്മുടെ റോഡാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ. കാരണം വെച്ചാൽ ഇപ്പോൾ നിരവധി ലക്ഷക്കണക്കിന് വരുന്നൊരു പ്രദേശമാണ് ഞാൻ പറഞ്ഞത്. ഇത് മരുന്നങ്ങനെ. പിന്നെ നമുക്ക് തൊഴിൽ സൗകര്യക്കുറവുണ്ട്. ആ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഞാനിന്നലെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ ശരീരത്തിന് സാധാരണ ബയോ ടോയ്ലറ്റ് വെക്കണം. ഇതെല്ലാം നമുക്കെന്നെ ചെയ്യാൻ പറ്റുമല്ലോ, ഒന്നുമില്ല. ഇപ്പം സാറ് പറഞ്ഞത് സൂചിപ്പിച്ചു. നമുക്ക് ഇല്ലാത്തത് കറണ്ടുള്ളതല്ലേ? പക്ഷെ നമുക്ക് ഒരു ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഒന്നും പറ്റില്ല. ഒന്നുമില്ല, യാതൊരു മാർഗ്ഗമില്ല. അതായത് നൂതന സംവിധാനങ്ങളിൽ നെറ്റ് മുഖേന ഒരു കാര്യം ജസ്റ്റ് ഒരാൾ മിസ്സായി പോലും നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല. നിങ്ങളാണ് ഏറ്റവും അത്യാവശ്യമാണല്ലോ നമുക്ക് മറിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ മലയുടെ മുകളിൽ അവിടെ പോയാലേ ഉള്ളൂ നെറ്റ് മേളുണ്ട്. ഞങ്ങളെ ഇഞ്ചിപ്പാറക്കോട്ടെ അത് ഉയരം കൂടി സ്ഥലമുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ സംഭവമുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽപ്പെട്ട ഒരു ജോലിക്ക് വന്ന് ചെയ്യാന്നല്ലാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളെല്ലാ നാട്ടിലും ഇത് മുക്കുഴി ചെക്കിങ് ഉണ്ട് കേട്ടോ. അവിടെ അങ്ങനെ ഒരു സാധനങ്ങളും അനാവശ്യമായിട്ട് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. കുപ്പി സാധനങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പി,
ഒരു സാധനങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. ഇവിടുന്ന് ചെക്കിങ് കഴിഞ്ഞേ എടുത്തുള്ളൂ. ഇനി ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററിനകത്ത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതുപോലെ ശ്രദ്ധിച്ചാൽ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കാരണവശാലും കാട്ടിനകത്തോട്ട് മാക്സിമം നമ്മളെ കഴിയുന്ന ഒരു സാധനം കടത്തായിരിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കും. നല്ല ഭംഗിയുള്ള കാടായി, അടിപൊളിയല്ലേ, നല്ല ഇരുട്ട്, നല്ല സുഖം. പക്ഷെ ക്യാമറ നല്ല വെളുത്താട്ടോ ഇരിക്കണേ, നല്ല വെട്ടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇരുട്ടാ. എവിടെത്തി? വള്ളിത്തോട്. വള്ളിത്തോട് താവളം. ഇത് തീയൊക്കെ പുകയുന്നുണ്ട്. അതെ, തീയും പുകയൊക്കെ ഉള്ളു. തീരുമ്പോഴെങ്കിലും ഇത് സ്റ്റാർട്ട്, ഇത് എല്ലാരും പോയി വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആവോ? ഇതൊരു ഉത്തരവാദിത്വമല്ലോ നിങ്ങൾക്ക്. അത് കുളിക്കാനുള്ള സംഭവമാണ്. ബാത്റൂമാ? ബയോ ടോയ്ലറ്റ് ആണോ? നിങ്ങൾ മൂടിയിട്ടിട്ട് പോവോ ചെയ്തിട്ട്? ആ, എന്നിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മണ്ണ് മാറ്റുമോ? ആ, സ്ഥിരം എത്ര വർഷമായി ഇവിടെ? ഇതിപ്പം ഞങ്ങള് ഇപ്പൊ എത്ര വർഷമായി? ആദ്യം മുതലേ ഉള്ള അതിന് സ്ഥിരമായിട്ട്. സ്ഥിരമായിട്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് കോരത്തോട് കുറ്റിക്കയം. ഇതിപ്പോ ഫോറസ്റ്റിന്റെ ഇതിലാണോ? അങ്ങനെ തറവാടക കാര്യങ്ങള് എല്ലാവരും എങ്ങനെയുണ്ട് സീസണായിട്ട്? ഫെൻസിങ് ആയിട്ട് ഇത് എന്തിനു വെച്ചേക്കുന്നതായിരിക്കും? ഇത് ഇത്രയും ഈ താവളത്തിന് വേണ്ടി ഇവിടെ കിടക്കും. ഇതിന് ചുറ്റും മാത്രമേ കാണത്തുള്ളൂ കാട്ടിനകത്ത്. അവിടെ താവളമല്ലേ? ഇതും മറ്റേ ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ പണിയുന്നു. പക്ഷെ ഇവർ സീസൺ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഇനിയിപ്പം അടുത്ത മാസം തൊട്ടേ ഉള്ളൂ. ഡിസംബർ 1 ഡിസംബർ 2 അവരാ പറഞ്ഞത്. ഈ ഡിസംബർ ആകുമ്പോഴേ സീസൺ ആവുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവരെല്ലാം താമസിച്ച് പണിയുന്നത്. എല്ലാം വെള്ളം കിടക്കും, കണ്ണാടി പോലെ കിടക്കുന്നത്. വെള്ളാരം ചെറ്റ എന്ന് പറഞ്ഞാൽ സംഭവം അറിയാം. വെള്ളാരം കല്ലിൻ്റെ അവിടെ കഴിച്ചാൽ കഞ്ഞു ഫുഡ് കഴിക്കാം. വിശന്ന് കൂടുതലെത്തി. വാ, ഫുഡ് കഞ്ഞി കുടിച്ചു. കഞ്ഞി അടിപൊളി കഞ്ഞിയാണ്. കഞ്ഞി പയറും നാരങ്ങയും. ഇനി നമുക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ പമ്പയ്ക്ക് കേട്ടോ. ഇവിടെ വിരിവൊക്കെ സംവിധാനങ്ങളുണ്ട്. വേണേൽ ഇവിടെ കിടക്കാം. നമുക്ക് പുതുശ്ശേരി പോയി കിടക്കാം അല്ലേ? അതോ പമ്പയ്ക്ക് പോകുന്നു? പമ്പയ്ക്ക് 12 കിലോമീറ്റർ. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. 9 1 കിലോമീറ്റർ നമ്മൾ നടന്നു. ഇതിനിടയ്ക്ക് ഒരു കുറുക്കോഴി ഉണ്ട് കേട്ടോ. അവിടെ വരെ മറ്റേ ബോർഡ് വെച്ചിട്ടുണ്ട്, നോ എൻട്രി. ഒരു കുറുക്കോഴി ഉണ്ട്. കാരണം അത് വഴി തന്നെ മൊത്തം ചൂരലാട്ടോ. അതുകൊണ്ടോ മൊത്തം ചൂരല കയറി. ഈ ഭാഗം മൊത്തം വട നോക്കടാ. ഇത്ര വണ്ണം ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ മുറിച്ചായിരിക്കും? വലിയ മീശ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പീസ് കീറിയിട്ടുണ്ട്. ഇതുണ്ടോ? ഇത് ഫെൻസിങ് എന്നാണെന്നറിയോ? ഈ സാധനം സോളാറെ വെച്ചിട്ട് ബാറ്ററി വെച്ച് ബാറ്ററിയിൽ നിന്ന് മറ്റേ ഇൻവെർട്ടറെ കൊടുത്തേക്കും. അതായത് കടയ്ക്ക് വേണ്ടി മാത്രം. കടയ്ക്ക് വേണ്ടി മാത്രം. ഇപ്പോൾ ചുറ്റുവട്ടം ഇതുണ്ട്. ചുറ്റുവട്ടം അടിച്ചിട്ടേക്കണം. കാരണം അല്ലെങ്കിൽ ഒരു പെറുക്കി അടിക്കും മരത്തെല്ലാം കെട്ടിപ്പോയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇത്രയും ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മൃഗങ്ങളാരും കയറും. ഒരു ചെറിയൊരു അർത്ഥം ഒരടി അത്ര ഉള്ളതെന്നാണ് പറഞ്ഞു. കൂട്ടക്കല്ല് കഴിഞ്ഞാൽ പിന്നെ പുതിയശ്ശേരി കഴിഞ്ഞാൽ പിന്നെ കരിമല കഴിഞ്ഞാൽ പിന്നെ ചെറിയാനവട്ടം പമ്പ 12 കിലോമീറ്റർ കാണാം. ഇങ്ങനെയുണ്ട് നടന്നിട്ട് എക്സ്പീരിയൻസ്. അടിപൊളി, സൂപ്പർ. ഉപ്പൂറ്റിക്ക് നല്ല വേനുണ്ട്. നല്ല തിക്ക് ഫോറസ്റ്റ് അല്ലേ ശരിക്കും? നല്ല ഭംഗിയുണ്ട്. പമ്പ വരെ. ഇനി അടുത്തത് പുതുശ്ശേരി കരിമല വലിയാനവട്ടം ചെറിയാനവട്ടം പമ്പ. ഇനി കരിമല മാത്രമേ ഉള്ളൂ ഒരു കയറ്റം. വലിയ നമ്മൾ കല്ലിടാകുന്ന അത്ര കയറ്റം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. ആണോ? സാധാരണ അതേ പോന്നു.
കടക്കാരൊക്കെ സങ്കടപ്പെട്ടിരിക്കുക. ചെറിയ വണ്ണമുള്ള ഒരു മരം കൂടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ വണ്ണമുള്ള ഒരു വലിയ മരം ഇതുണ്ടോ? ഓ, ഇത് അവിടെ കണ്ടില്ലെങ്കിലും വലുതാ കേട്ടോ. അവിടെ എൻ്റെ കൈ എത്തുമായിരുന്നു, അവിടെ കൈ എത്തത്തില്ല എൻ്റെ. ഇത് തിരിഞ്ഞു പോയി വീണപ്പോ. ഇതുണ്ടോ? ഇത് തിരിഞ്ഞു പോയി വീണപ്പോ. ഇതിങ്ങനെ ഇരിക്കേണ്ട സാധനം ഇത് തിരിഞ്ഞു പോയി. പണ്ടേ വീണതാ, ഇത് വീണ്ടും അർത്ഥെടുത്തപ്പോ. അത് ഇവിടുത്തെ വഴി വീതി കൂട്ടിയായിരിക്കും. വാട്ടർമെലൺ പുതുശ്ശേരി താവളം എത്തി. പുതുശ്ശേരി താവളം ഇവിടെ നിന്ന് അടുത്തത് ഇവിടെ 4 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞാണല്ലോ. ഇനി നമുക്ക് അടുത്തത് കരിമല. കരിമല 1.5 മണിക്കൂറുണ്ടെന്നാണ്. ഒറ്റ പിടിപ്പിടിച്ചാൽ 1.5 മണിക്കൂറുണ്ടെത്താം ഉറപ്പറ്റും. ഇവിടെ കുളിമുറി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട വീരി വെക്കാൻ കാലങ്ങൾ കടയിൽ പോകണ്ട ചൂട് പോകണ്ട. അപ്പോൾ അമ്മ വിളിക്കാം. മാറുന്നേണ്ട ഇറങ്ങി നമ്മൾ അടിപൊളിയല്ലേ? കാനനപാത. കാനനപാത ഇത്ര വെളുപ്പ് കൂടുതലാട്ടോ. ഇത് മറ്റേ ഫിൽറ്റർ വെച്ച് എടുത്തോണ്ടിരിക്കുന്നല്ലേ? അടിപൊളി മൊത്തം കാടാട്ടോ. ഞങ്ങൾക്കിനി ഞങ്ങളുടെ ടാർഗറ്റ് കരിമല ടോപ്പാണ്. നമ്മൾ കരിമല എത്തുന്നതിന് മുമ്പ് താഴെ കേട്ടോ ആട്ടത്തെ അടിപൊളി ഒരു അരുവിയിലോട്ട് വരും. എന്താ ഭംഗി നോക്കി. വെള്ളം എത്ര നാൾ ഇപ്പോൾ വെള്ളം കുറവാണ്ടോ കേട്ടോ. ഇല്ല, നന്നായിട്ട് കയറി ഒഴുകുന്നു. അടിപൊളിയാണ് നോക്കി. ആഹാ, നല്ല കണ്ണുനീര് പോലത്തെ. ഇവിടെ ഒഴുക്കില്ലാത്ത കേട്ടോ. ഒഴുക്കുള്ള സ്ഥലം നോക്കി. നല്ല കണ്ണാടി പോലിരിക്കുന്നത്. ഇവിടെ ഒരു കടമരത്തെ കയറിപ്പുണ്ട്. ഇതുണ്ടോ? കടമരത്തെ കയറിയിരിക്കും. കട ഇറക്കി സെറ്റാക്കാൻ പോകുന്നു. എല്ലാം അഴിച്ചു പെറുക്കി അടുക്കുന്നുള്ളൂ. ഇത് അതുപോലെ നിരന്ന പ്രദേശമാണ്. അവിടെ വന്നു. ഇവിടെ പണ്ട് കടയുണ്ടായിരുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടൊരു പുതിയ അതിഥി. ഒരു നീളമുണ്ട്. വലിപ്പം കാണണോ? ഇതുണ്ടോ? ആ ചെരുപ്പിൻ്റെ എത്ര ഉണ്ടല്ലേ? ചെരുപ്പിനെ കാണുന്നില്ല. കണ്ടതിലൊരു മുഴുത്തവനല്ലേ? ഇനി ഇവിടുന്ന് 3 കിലോമീറ്റർ കേട്ടോ. ഇത് കരിമല 2 തട്ട്. ആ കണ്ടല്ലോ. ഇനി നമ്മളിവിടെ എന്നാ കിട്ടുമെന്നൊന്നും പറയണ്ടല്ലോ. ഇവിടെ വിരി വെക്കാം, ചൂട് കഞ്ഞി, ചൂട് പൊറോട്ട. 13 വയസ്സ് ഞാൻ ഇവിടെ കയറിയത് കച്ചവടത്തിന്. അന്ന് നാരങ്ങളത്തിന് 10 പൈസ വരുള്ളൂ. 10 പൈസ. ഇന്ന് എത്ര നാരങ്ങളത്തിന്? ഇന്ന് ലെമൺ സോഡ 29 രൂപ, 28 രൂപ, 30 രൂപ, 30 രൂപ മാക്സിമം പ്രൈസ്. 13 വയസ്സ് തൊട്ട് ഇപ്പം എത്ര വയസ്സായി? ഈ വരുന്ന 71 വയസ്സ് പൂർത്തിയാകുക ഈ വർഷം. 71. ആ പിന്നല്ല. പേര്? ഓജോ കുഞ്ഞുമൻ. ഓജോ കുഞ്ഞുമൻ. മുണ്ടക്കയം. ഉണ്ടാക്കിയത് എല്ലാ ഇതും ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? ഇതുകൊണ്ട് അറിയാലോ. ഇനിയിപ്പോൾ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ സമയം അടുത്ത നമ്മുടെ തലമുറയാണ്. ഇനിയിപ്പോൾ അടുത്ത ആരെങ്കിലും മക്കളാരെങ്കിലും ഏറ്റെടുക്കില്ലല്ലോ. മോനെ ഏൽപ്പിക്കും. മോനെ മോനെന്ത് ചെയ്യുന്നു? അവന് സ്വന്തം വേണ്ടി ഓട്ടം ഉണ്ടാക്കിയത്. നമ്മളത് ഇത്ര ആക്കിയെടുത്ത് കേട്ടോ. ഇതുണ്ടോ 3 മുഖം. 1 2 3 മുഖം. ഇത് അവരാ സ്വാമിമാർ കാട്ടിൽ നിന്ന് രുദ്രാക്ഷം നമ്മളിത് ഇത്ര റെഡിയാക്കി എടുത്തത്. കുഞ്ഞു രുദ്രാക്ഷം. സാധാരണ രുദ്രാക്ഷം എത്ര മുഖം വരും? അത് ഓരോ രുദ്രാക്ഷത്തിനും പല ഇതാ. ഓരോ മരത്തിലും പല ഇതിലുണ്ടാവും. നിന്റെ മുഖം 6. എൻ്റെ മുഖം ഇവിടെ കാണാം. ഒത്തിരി ഇതുണ്ട്. ഇതുണ്ടോ? ഇത് 11 മുഖം. ഇത് യോജിപ്പിച്ചൊന്നുമല്ല കേട്ടോ, ഒറ്റക്കായാണ്. ആഹാ,
അന്തരീക്ഷം എന്താ അടിപൊളി. മിക്കവാറും കരിമല ടോപ്പിൽ എത്തുമ്പോഴത്തേനും ചാർജ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓ എൻ്റെ ചാർജ് ഇപ്പം തന്നെ തീർന്നു. നടക്കാൻ കൂടെ നല്ല കയറ്റം കേട്ടോ. സ്വാമിയപ്പ അയ്യപ്പ കാക്കണമപ്പ അയ്യപ്പ കയറിക്കോ. വെൽക്കം ടു കരിമല താവളം. വാ. ചേട്ടാ ഈ കരിമല ടോപ്പ് ആ ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് കരിമല ടോപ്പ്. ഇവിടെ കടയൊന്നും ആയിട്ടില്ല കേട്ടോ. കരിമല ടോപ്പിലോട്ടാണ് നമ്മൾ കയറിപ്പോൾ. ഇവിടെ തീയും പുകയെ കാണുന്ന കരിമല ടോപ്പിലാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്താണ്? അയ്യപ്പൻ്റെ കാലത്തുള്ള കിണറാണ് അത്. അയ്യപ്പൻ ഇവിടെ വന്ന് വസിച്ചപ്പം ഉള്ള കിണറാണ് ഇത്. മൂന്നിട്ടേക്ക് നമ്മൾ സ്ഥലത്തോട്ടാണ് കെട്ടിയേക്കുന്നത്. അടിപൊളിയായിട്ട് കെട്ടി ഇറക്കി വെള്ളമുണ്ട്. ചെറിയ വെള്ളം അല്ലേ. ഈ സൈഡിൽ ഒഴുകി വീഴുന്നു. ഈ വെള്ളം തന്നെയാണ് കുളത്തിലല്ലേ. അത് പിന്നീട് കെട്ടി പിന്നീട് ഗുണമാക്കും. അയ്യപ്പനെ കാണാൻ സ്വാമിയോട് വരുമ്പോൾ അവർക്ക് ആവശ്യത്തിന് വെള്ളം തങ്ങി അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കെട്ടി അവിടെ നല്ല അമ്പലം പോലെ ഉച്ചയോട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൻ്റെ ആൾക്കാർക്ക് വരും. നമ്മൾ കഴിഞ്ഞാണോ വന്നിങ്ങോട്ടോ? അത് കഴിഞ്ഞാൽ കണ്ടില്ല. സാരിയൊക്കെ ചുറ്റി പട്ടൊക്കെ ചുറ്റി അത് വലിയ ഇതാവും. പിന്നെ അത് ശ്രദ്ധിച്ചാണ്. അതൊന്നും ശ്രദ്ധിച്ചാണ്. കടക്കാട്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മണിക്കൂട്ടൻ. മണിക്കൂട്ടൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾ കട നടത്തും. ഇതോ കട ആയി വരുന്നുള്ളൂ അല്ലേ? കരിമല മൂർത്തി അമ്പലം കേട്ടോ. ഇത് പഴയതല്ലേ. മുട്ടുകത്തികളുടെ മേളമാണല്ലോ. ഇതെല്ലായിടത്തും പോലെ തന്നെ പഴയ ഒരു കല്ലുകെട്ട് തേങ്ങ അടിക്കുന്ന ഒരു കോട്ട അല്ലേ. ഇവിടെ കാണിക്കുകയും ചെയ്യുമല്ലോ. ഇവിടെ തൊട്ട് ദേവസ്വം ബോർഡ് ആണെന്നാണ് പറഞ്ഞത്. പിന്നത്തെ നടത്തിപ്പ് ഇവിടുന്ന് താഴെ വരെ മലയാള സമുദായത്തിൻ്റെ ഇല്ലാന്ന് പറഞ്ഞു. ഇതിനെ കാണിക്കുകയും ചെയ്യാം. ക്ഷേത്രം ഇതല്ലേ പ്രതിഷ്ഠ വെച്ചേക്കണം. ഇത് കാണിക്കുകയും ചെയ്യും. ഇത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ കൂടെ 4 കിലോമീറ്റർ. ഇനി വലിയാനവട്ടം, ഇനി ഇതിലെല്ലാം വിരിവെക്കാൻ സൗകര്യങ്ങളാണോ. റോഡിൻ്റെ ഇരുവശത്തുണ്ട്. ഇപ്പോൾ സീസൺ സമയം ഈ അവർ പറയുന്നത് വെച്ചാൽ ഡിസംബർ എന്ന് പറഞ്ഞ സമയം. അടുപ്പൊക്കെ സെറ്റാക്കി വെച്ചേ. പണി അഹോരാത്രം പണിയെടുക്കാനുള്ള അടുപ്പാണ്. ഇനിയും റെസ്റ്റ് കാണുകയാണ്. ഇനിയൊക്കെ വെച്ചാൽ എല്ലാം റെഡി ആയിട്ടിരിക്കും അല്ലേ. മലയാട്ടിക്ക് എന്താ കട കിട്ടുന്നത്. ഇനി ഇറക്കമാണ് ഏറ്റവും ഇനി ഇറക്കത്തിലോട്ടാണ്. ഇവിടെ നിന്ന് 5:30 ആകുമ്പോഴത്തേന് എലിഫൻറ്റ് സ്കൂൾ പോകുമെന്ന് പറഞ്ഞു. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കടത്തി വിടുക. നമുക്ക് പോവാം. ഇച്ചിരി ഇട്ട് നമ്മൾ പമ്പേ ചെല്ലുമ്പോൾ ഞങ്ങൾ പമ്പ എടുത്ത് നമുക്ക് ബാക്കി കടമ്പകളോട് കിടക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് എലിഫൻറ്റ് സ്കൂൾ കൂടുതൽ കിട്ടുവാണെങ്കിൽ അവർ കൊടുത്തിപ്പോൾ നടക്കൂലേ. നല്ല അടിപൊളി ഇറക്കം കേട്ടോ. അത് നല്ല മഴ പെയ്തിട്ട് നല്ല തെന്നി കിടക്കുകയാണ്. ഇറക്കത്തിൻ്റെ കാടിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വേഗം നമുക്ക് വീടാകുമ്പോൾ വീഴുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ കരിമലന്ന് ഈട്ടിപ്പിടി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈട്ടിപ്പിടിന്ന് കാരണം അല്ലേ നമുക്ക് ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ദിവസം കൂടെ പോകും. ആദ്യം കണ്ടൊരു 3 മണിക്കൂർ നടക്കുന്നു. പിന്നെ 4 ഇപ്പൊ 6 പിന്നെ 6 ഇപ്പൊ കുഴപ്പമില്ല. എപ്പോ പോവുകയും ചെയ്യാം. അതെ, സീസൺ ആകുന്നവരെ എപ്പോ കിടന്നു. പിന്നെ എലിഫൻറ്റ് സ്ക്വാഡ് വരുമ്പോൾ മാത്രം അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. അവർ ചിലപ്പോൾ 6-7 മണിക്ക് വരുമ്പോൾ ഈ കൂടുതലുള്ളവരെല്ലാം കൊണ്ടുപോയി ചെയ്യും കേട്ടോ. എല്ലാവരെയും കൊണ്ട് പമ്പയിലാക്കും. അതായത് രാവിലെ അവർ തന്നെ ആയിരിക്കും കയറി വരുന്നത് ആനയുണ്ടോ നോക്കാൻ. ഫോറസ്റ്റ് രാവിലെ അവർ തന്നെ ആയിരിക്കും ആനയുണ്ടോ നോക്കാൻ കയറി വരുന്നത്. എന്നിട്ടല്ലേ നമ്മളിന്ന് അവിടെ നിന്ന് അങ്ങനല്ലേ കയറ്റി വിട്ടെ. അവിടെ വന്നപ്പം മറ്റേ ആ കോട്ടയിൽ ആനയുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞു. ഇഞ്ചിപ്പാറ കോട്ടയിൽ. നമ്മൾ എരുമേലി വന്നു. അവിടെ നിന്ന് കോയിക്കൽക്കാവ് വന്നു. കോയിക്കൽക്കാവിൽ നിന്ന് കാളകെട്ടി വന്നു. കാളകെട്ടിയിൽ നിന്ന് അഴുതേ വന്ന് കിടന്നു. അഴുതയിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പ്രയാണമായിരുന്നു. അതിനിടയ്ക്ക് കല്ലിടാങ്കുന്ന് കയറി
ഇഞ്ചിപ്പാറ കോട്ട കയറി അങ്ങനെ കരിമല കയറി കരിമലമൂർത്തി ഇപ്പോൾ കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെറിയാനവട്ടമാണോ വലിയാനവട്ടമാണോ ആദ്യം വരുന്നത് കറക്റ്റ് അറിയത്തില്ല. ഈ രണ്ടാണ് ചെറിയാനവട്ടമല്ല വലിയാനവട്ടം. ചെറിയാനവട്ടം പമ്പ അടുത്തടുത്താണ്. അങ്ങനെ 2 സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടെ 4 നമ്മളൊരു ഇച്ചിരി സന്ധ്യയാകും പമ്പയിലെത്തുമ്പോൾ കേട്ടോ. ഇത് കാടിനകത്ത് നടക്കുന്നോണ്ട് തോന്നുന്നു. ഇച്ചിരി സന്ധ്യയാകും പമ്പയിലെത്തുമ്പോൾ. നമ്മൾ സന്നിധാനത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലൊന്നും അല്ല വന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ കാനനപ്പാതയിൽ കൂടെ ഉള്ള പമ്പ വരെയുള്ള നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് ഇനി നമ്മളൊരു ദിവസം സന്നിധാനത്ത് പോകും. സന്നിധാനം അത് കാണുന്നുണ്ട്. ഞാൻ ഈ ഫോണിൽ നോക്കാതെ വർത്താനം പറഞ്ഞു വരുവാ. ഇപ്പം മിക്കവാറും അതേ ഇടിച്ച് നിന്ന് നമ്മളെ മുന്നുമായ സാധനങ്ങളൊക്കെ തീയും പിടിയും പുകയായിട്ട് പോയിട്ടോ. നമ്മൾ കഥയൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് നാട്ടുകാരോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നോണ്ടാ. ഇല്ല, അവരവിടെ തങ്ങി കരിമല അവിടെ വീരി വെച്ചേക്കണായിട്ടില്ലേ. സ്ഥലത്തെത്തിയാട്ടോ. ഇവിടുന്ന് ഇനി വലിയാനാട്ടം ചെറിയാനാട്ടം പമ്പ ഇനി 2 കിലോമീറ്റർ ആണ്. 2 കിലോമീറ്റർ അല്ല, 1.5 കിലോമീറ്റർ ഏകദേശം. ഇവിടെ വന്നപ്പോൾ ഇനി ഇരുട്ടായി കേട്ടോ. അങ്ങനെ നല്ല സംവിധാനങ്ങളല്ല, നല്ല സംഭവങ്ങളൊക്കെ സെറ്റായി. വിരി വെക്കാനുള്ള സംഭവങ്ങൾ എല്ലാം ആയി. ഇവിടുന്ന് ഒരു കുഞ്ഞു പുഴയുണ്ട്. ഇതായിരിക്കും ഒളിയമ്പുഴ എന്ന് ഉദ്ദേശിക്കണം. ഇതായിരിക്കും നമ്മൾ പമ്പയിലോട്ട് ഒഴുകി വരുന്നത്. അപ്പം ഇനി അടുത്ത 2 ചെറിയ സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ നമ്മൾ പമ്പയിലെത്തുന്നതായിരിക്കും. ഇവിടെ വഴിയിലൊക്കെ വെട്ടം വിളിച്ചൊക്കെ ആയിട്ടോ. അല്ല, ട്യൂബ് നിരത്തി കെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പമ്പ വരെ കാണുമെന്നാണ് തോന്നുന്നത്. കണ്ട കോളിൽ നമുക്ക് നടന്നു നോക്കാം. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നു കേട്ടോ. കണ്ടോ, ഏകദേശം നമ്മൾ പമ്പ എടുക്കാതെ ഇവിടെ എല്ലാം കടകൾ വരുമെന്ന് പറഞ്ഞു കേട്ടോ. അടിപൊളി. പമ്പ പോയി നന്നായിട്ട് കുളിക്കണം. കുളിച്ച് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വേണം അടുത്ത യാത്ര തുടങ്ങാൻ. അങ്ങനെ വലിയാനവട്ടം കഴിഞ്ഞ് നമ്മൾ അടുത്ത ചെറിയാനവട്ടവും പമ്പയും അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാട്ടും മേളമൊക്കെ കേട്ട് തുടങ്ങി. ചെറിയാനവട്ടത്തെത്തിയേട്ടാ നമ്മൾ. ഇനി നമ്മൾ പമ്പയും കൂടെ പോയെടുത്ത് നമ്മുടെ ഇന്നത്തെ പരിപാടി അവിടെ അവസാനിപ്പിക്കും. മടുത്തു കേട്ടോ. ചെറിയാനവട്ടം താവളമെത്തി. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി. ഉണ്ടല്ലോ, ഇതൊക്കെ ഫുള്ള് വിരി വെക്കാനുള്ള ഹോട്ടലിലൊക്കെ സെറ്റപ്പുകളാട്ടോ. അത് വിരിയാൻ തോന്നുന്നു. വിരി 1, വിരി 2. ചെറിയാനവട്ടം കടയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് പരിപാടിയിൽ നടക്കുന്നുണ്ട്. അവിടെ ഗൂഗിൾ പേ സംവിധാനം നോക്കുന്നുണ്ട്. കടകളിൽ ഒട്ടിച്ചു റേഞ്ചില്ല. ശബരിമലയിലെ സാധനം എത്തിക്കുന്ന ട്രാക്ടർ സാധനന്മാരെ കണ്ടല്ലേ കിടക്കുന്നത്. എല്ലാവരും മുന്നിലും പിറകിലും ബോക്സ് ഒക്കെ വെച്ച് ഒരു കടയോ ലോക്കറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറ്റി ലോട്ടർ പോയി പോകാൻ തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് പമ്പ ഗണപതി അമ്പലം കൂടെ ഒന്ന് കണ്ടിട്ട് അവിടെ നമുക്ക് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ ഒന്ന് കയറി എന്ന് കണ്ടിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന ഒരുമയാണ്. ബസ് കയറി വേണം കേട്ടോ. എല്ലാം അയ്യപ്പന്മാരെ കാത്തിരിക്കുന്ന കേട്ടോ. ശബരിമലയ്ക്ക് അയ്യപ്പന്മാരെ കയറ്റിക്കൊണ്ട് പോകുന്ന ട്രോളിയാണ് തോന്നുന്നത്. പോകുമ്പോൾ നമുക്കൊക്കെ ഡോളി 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 ആ സാധനങ്ങളായിരിക്കും. ഇത് പമ്പ ക്ഷേത്രത്തിലുള്ള വഴി കേട്ടോ. നമ്മൾ സന്നിധാനം പോകുമ്പം നമ്മൾ പമ്പ ക്ഷേത്രം കൂടെ കയറിയെടുത്ത് നമ്മൾ സന്നിധാനം വീഡിയോയിൽ നമ്മൾ പമ്പയും കാണിക്കും. അപ്പോൾ നമ്മൾ പമ്പയിലെത്തി
കൊമ്പയാർ. ഇവിടെ വന്ന് കുളിച്ച് തൊഴുത് ഇവിടുന്ന് കെട്ടിറങ്ങി മലക്ക് കയറി പോവാട്ടോ. ആ കാട്ടിൽ വരുന്ന സാധനം എന്താണെന്നറിയോ? ഇതിനകത്ത് പറക്കുന്ന തുണിയാണ് വരുന്നത്. ഇത് കേട്ടോ, ഈ ഇവിടെ ഉപേക്ഷിക്കുന്ന തുണിയാണ് ഈ പറക്കുന്നത്. കേട്ടോ, കുറച്ച് കൂട്ടിയേക്കുന്നുണ്ട്. ഇവിടെ ഈ സംഭവം ഉപേക്ഷിക്കുന്ന തുണിയാണ്. ആകെ രസമായിരുന്നു. ആനന്ദ ഭാഗം ഈ ശബരിമലയ്ക്ക് വന്നാൽ ഞങ്ങൾ സന്നിധാനം ഈ ഒരു സന്നിധാനത്തെ പോലെ വേറെ തോട്ടത്തിൽ വന്നായിരുന്നു. പമ്പ് വന്ന് പമ്പാ നദിയുടെ തീരത്ത് നിന്നിട്ട് അതിൻ്റെ തീരത്തുനിന്ന് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുക കേട്ടോ. ശരിയാക്കണ്ടാന്ന്. കാണുന്നത്